قال لي رسول الله صلى الله عليه وسلم ألا أخبرك بأحب الكلام إلى الله إن أحب الكلام إلى الله سبحان الله وبحمده رواه مسلم. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. മഹാനായ അബൂദർ തങ്ങൾ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിഅഹബ്ബിൽ കലാമി ഇലല്ലാഹ്, പടച്ചവനിലേക്ക് ഏറ്റവും തൃപ്തിയുള്ള സന്തോഷമുള്ള ഒരു വചനം നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അബൂദറെ? തിരുനബി ഓരോരുത്തരുടെയും ഹൃദയം നോക്കിയിട്ട് സംസാരിക്കുന്ന മഹാ അത്ഭുതമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മോനെ അബൂദറെ, നിനക്ക് ഞാൻ ഒരു വചനം അറിയിച്ചു തരട്ടെയോ? അതൊരു വല്ലാത്ത വചനമാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ വചനം. ആ വചനത്തിലൂടെയാണ് ലോകത്തിൽ മഴ ലഭിക്കേണ്ടത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വല്ലാതെ പ്രയാസത്തിലാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. പടച്ചിറപ്പിന്റെ തൗഫീഖ് കൊണ്ട് ഒരു പരിധി വരെയെങ്കിലും നമ്മൾ വലിയ ക്ഷാമമില്ല, എന്നാൽ ക്ഷാമമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ക്ഷാമമില്ലാതെ നമ്മൾ പിടിച്ചു പോകുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ പുതിയ ആ ഭാഗത്തേക്ക് നിങ്ങളൊന്ന് നോക്കണം. അല്ലാഹുവേ, ശുദ്ധജലത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി രാവിലെ വാഹനങ്ങൾ കാത്തു നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. കുടിവെള്ളം കൊണ്ടുവരുന്നതിൽ കാത്ത് മണിക്കൂറുകളോളം റോഡ് സൈഡിൽ നിൽക്കുന്നവരെ കാണാം. കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നവരെ കാണാം. തൻ്റെ ജലസ്രോതസ്സുകൾ മുഴുവനും പറ്റി വരുന്നു. ഒരു വേഴാമ്പലിനെ പോലെ മഴയ്ക്ക് വേണ്ടി അവരിങ്ങനെ, ഒരു നല്ല മഴയ്ക്ക് വേണ്ടി ഒരു കാത്തിരിക്കുകയാണ്. ഇനി മഴ പെയ്തില്ലെങ്കിൽ കിണറ്റിൽ വെള്ളമില്ല. അത്രയും ഭീതിതമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. 44 നദികളുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ മുഖമൂലകളിൽ, ഗ്രാമാന്തരങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അല്ലാഹു നമുക്ക് നല്ല മഴ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴ ലഭിക്കേണ്ടത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ അബൂദറേ, ഈ മഹത്തായ വചനത്തിലൂടെയാണ് മഴ ലഭിക്കേണ്ടത്. മഴയില്ലെങ്കിൽ വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ സസ്യമില്ല, സസ്യമില്ലെങ്കിൽ ഭക്ഷാഹാരമില്ല, ആഹാരമില്ലെങ്കിൽ ജീവനില്ല, ആഹാരമില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവജാലങ്ങളില്ല. എല്ലാത്തിനും കാരണം വെള്ളമാണ്. വെള്ളം വേണമെങ്കിൽ മഴ വേണം, മഴ അല്ലാഹു തരണം. മഴ ഒരു ശാസ്ത്രത്തിനും മഴ പെയ്യിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. എന്തൊരത്ഭുതമാണ്. അതുകൊണ്ട് മഴ ലഭിക്കുന്നത് മോനെ ഈ വചനം കൊണ്ടാണ്. ഈ വചനം കൊണ്ടേ മഴ ലഭിക്കുകയുള്ളൂ. ഇത് ചൊല്ലാത്ത ആളുകൾ, ഇത് ചൊല്ലുന്ന ആളുകൾ ഭൂമിയിൽ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ മഴയും കുറഞ്ഞു വരും, മഴയും കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഉപകാരപ്രദമായ മഴ നിങ്ങൾക്ക് കിട്ടില്ല. മഴ വരും, ഒരു മഹാപ്രളയം പോലെ വെള്ളം വേസ്റ്റായി പോകും. അത്ര തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ ലഭിക്കുകയില്ല. ഇതിനൊക്കെ കാരണം ഈ വചനമാണ്. ഇത് ചൊല്ലുന്ന ആളുകളാണ്, ഇത് ചൊല്ലുന്ന ആളുകളാണ്. ഇത് ചൊല്ലുന്ന ആളുകൾ കുറഞ്ഞാൽ മഴ കുറയും. അങ്ങനെയുള്ള മഹത്തായ വചനം, ജീവൻ നിലനിർത്തുന്ന മഹത്തായ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന്റെ മഹത്തായ വചനം, അതുപോലെ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അബൂദറിന് സന്തോഷമായി. നബിയെ പറഞ്ഞു തന്നാലും പ്രവാചകനെ, വല്ലാത്ത അത്ഭുതമാണല്ലോ, വല്ലാത്ത അത്ഭുതമാണല്ലോ. ഈ സമയത്ത് അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, അബൂദറിനോട് പറയുകയാണ്, മോനെ അബൂദറേ, പടച്ചവനിലേക്ക് ഏറ്റവും തൃപ്തികരമായ
രസകരമായ സന്തോഷകരമായ അത്ഭുതത്തിന്റെ വചനം ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്തൊരു എളുപ്പമാണ് നാക്കിലേക്ക്. നാക്കിലേക്ക് എന്തൊരു എളുപ്പമാണ്. എന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പഠിച്ചു വെച്ചോ, നല്ലോണം പഠിച്ചു വെച്ചോ, നല്ലോണം പ്രവർത്തിച്ചോ, ചൊല്ലിക്കോ. വലിയ അത്ഭുതമാണ്. ഈ മഹത്തായ വചനത്തിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കും. അവനിക്ക് അസ്വസ്ഥത വരൂല, അവനിക്ക് അപകടങ്ങൾ വരൂല, അവനിക്ക് സിഹർ ഏൽക്കൂല, അവനിക്ക് അസ്വസ്ഥതകൾ വരൂല, അവന്റെ കൈമുട്ടുകയില്ല. ഈ മഹത്തായ വചനം അതിങ്ങനെ നിരന്തരം ചെല്ലിയാൽ പള്ളിയിലൊക്കെ സന്ധ്യ നേരത്ത് പ്രായം ചെന്ന ഉപ്പാപ്പമാരിരുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പാവപ്പെട്ട ഉപ്പാപ്പമാർ പള്ളിയിലിരുന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്നാൽ ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നില്ല, ഞാൻ വെള്ളം കുടിക്കുന്നത് ആ പ്രായം ചെന്ന പള്ളിയിലിരുന്ന് ചൊല്ലുന്ന ഉപ്പാപ്പ കാരണമായിട്ടാണ് എനിക്ക് പണച്ചറപ്പ് വെള്ളം തരുന്നത് എന്ന് ഈ ഭയം മനസ്സിലാക്കുന്നില്ല. കുറച്ചവനെ അങ്ങനെയുള്ള ഈ ഒരു ജനറേഷൻ, ഈ ഉപ്പാപ്പമാരുടെയും കൂട്ടായ്മയും കൂടി അങ്ങ് പള്ളിക്കാട്ടിലേക്ക് പോയാൽ പിന്നെ ആരാണ് പറഞ്ഞത്? പിന്നെ ആരാണ്? അതുകൊണ്ട് അത്തരത്തിൽ പള്ളിയിൽ വന്നിരുന്ന് സുബ്ഹാനല്ലാഹി ചൊല്ലുന്നവരെ നമ്മളുടെ ജീവന്റെ നിലനിൽപ്പാണ് കാണുന്ന ഉപ്പാപ്പമാർ. അല്ലാഹു ധാരാളം ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ധാരാളം ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. മഹത്തായ അത്ഭുതത്തിന്റെ വചനമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. അബൂദർ റളിയല്ലാഹുവിനോട് തിരികെ പറഞ്ഞു കൊടുത്തത്. അല്ലാഹു ധാരാളം ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ